ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടദശാധ്യായനീം അംബ ത്വാമനുസന്തദാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. 60-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇനി വായിക്കേണ്ടത്. അമ്മക്ക് വായിക്കാവോ? അമ്മക്ക് 60-ാമത്തെ ശ്ലോകം വായിക്കാം സാറേ. 60. യതതോ ഹ്യപി കൗന്ദേയ പുരുഷസ്യ വിപശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസഭം മനഃ. ഹേ അർജുന, ഇന്ദ്രിയ സംയമനത്തിന് യത്നിക്കുന്ന ശാസ്ത്രജ്ഞാനമുള്ള മനുഷ്യന്റെ മനസ്സിനെ പോലും ശോഭകാരികളായ ഇന്ദ്രിയങ്ങൾ ബലാത്കാരമായി വലിച്ചിഴച്ചു കളയുന്നു. വെറും ആദർശത്തെ മാത്രം മാനിക്കുന്നവരല്ല ഭാരതീയർ. പ്രായോഗികമാക്കാൻ കഴിയാത്ത ആദർശത്തെ കവിസങ്കല്പമായി അവർ കണക്കാക്കുകയുള്ളൂ. അതിനാൽ ലക്ഷ്യം ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം തന്നെ അത് കൈവരിക്കുവാനുള്ള മാർഗത്തെയും ഗീത നിർദ്ദേശിക്കുന്നു. പൂർണ്ണനായ ആത്മാവാണ് താനെന്ന സത്യം അറിയാതെ പരിമിതനായ ജീവനാണ് താനെന്ന നിലയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഇതത്രേ അജ്ഞാനം. ഈ അജ്ഞാനം നിലനിൽക്കുന്നിടത്തോളം കാലം ബുദ്ധിക്ക് വേണ്ടത്ര തെളിവുണ്ടാകില്ല. ബുദ്ധി തമസ്സുകൊണ്ട് ആവൃതമാകുമ്പോൾ മനസ്സ് നാനാതരത്തിലുള്ള വിക്ഷേപങ്ങൾ കൊണ്ട് അസ്വസ്ഥമായി തീരുന്നു. അപ്പോൾ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുടെ പിന്നാലെ ഓടാൻ തുടങ്ങും. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നിർത്തിയില്ല എങ്കിൽ അവ മനസ്സിനെ അങ്ങിങ്ങി വലിച്ചിഴച്ച് പൊറുതിമുട്ടിക്കും. ഇതാണ് നമ്മുടെ കഥനത്തിന്റെ കഥ. സാധനയിൽ കുറെ പുരോഗതി നേടിയ യോഗികൾ പോലും ഈ ദുസ്ഥിതിയിൽ നിന്ന് മുക്തരല്ലെന്ന് കാണിച്ച് കരുതിയിരിക്കാൻ കൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്നു. സാധകന്മാർക്ക് ഇതൊരു മുന്നറിയിപ്പാണ്. വിവേകബുദ്ധിയെ കീഴ്പ്പെടുത്താൻ ചപല മനസ്സിനെ അനുവദിക്കരുത്. സാധകന്മാരുടെ വീഴ്ചയ്ക്ക് കാരണം എവിടെയും എക്കാലത്തും ഒന്നുതന്നെയാണ്: തപോമാന്ദ്യം. കുറച്ചു കാലം വളരെ കേമമായി സാധനകൾ ചെയ്യും. തത്ഫലമായി അതുവരെ ഇല്ലാത്ത ഒരു പ്രശാന്തി അനുഭവപ്പെടുകയായി. അതോടെ താൻ സിദ്ധനായി എന്നൊരു തോന്നലും വരുന്നു. ഇനി തപസ്സെന്തിന്? വിഷയങ്ങൾക്കിടയിലും ഇഷ്ടം പോലെ വിഹരിക്കാം. തനിക്കൊന്നും പേടിക്കാനില്ല. അങ്ങനെ തപോനിഷ്ഠയ്ക്ക് അയവ് വരുത്തുമ്പോൾ ഇത് തന്നെ തഞ്ചമെന്നു കരുതി അപകടകാരികളായ ഇന്ദ്രിയങ്ങൾ സാധകന്റെ മനസ്സിനെ വിഷയങ്ങളിലേക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് പോയി കളയും. ഇത് ഇന്ദ്രിയ നിഗ്രഹത്തിന്റെ കാര്യം തന്നെയാണ് ഈ ശ്ലോകത്തിലും പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറയത്തില്ലോ, ഈ ആധ്യാത്മിക സാധന എന്നൊക്കെ സാധന ചെയ്യുന്നത് പറഞ്ഞാല് ജീവൻ മുക്തി വരെ രണ്ട് ഈ മോക്ഷത്തിന് 2 സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആദ്യം ജീവൻ മുക്താവസ്ഥ, പിന്നെ ബ്രഹ്മനിർവ്വാണം. ഈ ജീവൻ മുക്താവസ്ഥ വരെയാണ് നമ്മുടെ പ്രയത്നം ഉള്ളത്. ആ പ്രയത്നം എന്ന് വെച്ചാൽ നമ്മൾ എന്തോ പ്രയത്നം, നമ്മൾ സാധനകൾ ചെയ്യുവാണ്. നമ്മൾ ഈ പാരമാർത്ഥ്യ സത്യങ്ങളെ അറിഞ്ഞ് നമ്മൾ പലതരത്തിലുള്ള സാധനങ്ങൾ ചെയ്യുക. സാധനങ്ങൾ ചെയ്ത് നമ്മൾ ഈ ജീവൻ മുക്താവസ്ഥയിലോട്ട് നേടണം. അപ്പം ഇതിലേക്കൂടെ നമ്മൾ ഈ സാധനങ്ങൾ ചെയ്യുമ്പോൾ ഇന്ദ്രിയ സംയമനം, മനസ്സംയമനം, ഇങ്ങനെ പലതരത്തിലുള്ള ഈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് കുറെ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് ഇതിന്റെ ഈ പരമാത്മ ചൈതന്യത്തോട്ട് ഇപ്പൊ തന്നെ നമുക്കറിയാമല്ലോ. നമ്മൾ കുറെയൊക്കെ ഇത് സത്യങ്ങൾ അറിയുമ്പോൾ തന്നെ നമുക്ക് തന്നെ കുറച്ചൊരു നമ്മുടെ മനസ്ഥിതി മാറുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ സീരിയസ് ആയിട്ട് ഇതിനെ സാധനങ്ങളൊക്കെ ചെയ്ത് ഇതിനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നമുക്ക് ഓരോ സ്റ്റേജിലാകുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള നല്ലൊരു അനുഭവം വരും. അപ്പം എല്ലാവർക്കും ഉണ്ടാവുന്ന ഇങ്ങനെയൊക്കെ ഇപ്പൊ എനിക്ക് ഇത്രയൊക്കെ അങ്ങനെയാണ് പലരും കുറെ ചില കാര്യങ്ങളൊക്കെ സിദ്ധി ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ആ ആത്മീയതയിൽ ഉയർന്ന ഒരാളാണെന്നുള്ള രീതിയിൽ അങ്ങോട്ട് അഹങ്കരിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ യാത്രയെ, ജീവൻ മുക്താവസ്ഥ വരെയുള്ള യാത്രയെ വളരെ കെയർഫുൾ ആയിട്ട്, എന്ന് വെച്ചാല് ഒരു മൂർച്ചയേറിയ കത്തിയുടെ വാൾത്തലയിൽ കൂടെ ആ മോനെ കൂടെ നടക്കുന്ന പോലെ അത്ര കഠിനമാണ് ഈ ജീവൻ മുക്താവസ്ഥ വരെയുള്ള ഈ യാത്ര. എന്നുവെച്ചാൽ നമുക്ക് കുറെയൊക്കെ ഇങ്ങനെ സാധനങ്ങൾ ചെയ്തുകൊണ്ട് വരുമ്പോഴേ നമുക്ക് ഇതിനകത്ത് നിന്ന് കുറെ ഇത് വരും. നമ്മളെല്ലാം നമുക്ക് ആയി എന്നുള്ളൊരു തോന്നൽ വരും. കാരണം കുറെയൊക്കെ ഇതിന്റെ അനുഭവങ്ങൾ വരുമ്പോഴത്തേക്ക് മറ്റുള്ളവരെക്കാട്ടും നമുക്ക് കുറച്ചൊരു ഇത് വരുമ്പോഴത്തേക്ക്
അപ്പം അങ്ങോട്ട് നമ്മൾ അതിലെ വെച്ചിട്ട് എല്ലാം ആയെന്ന് പറഞ്ഞിട്ട് ഇനി എങ്ങനെയും എനിക്ക് കുഴപ്പമില്ല, ആ രീതിയിലോട്ട് നമ്മളങ്ങ് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചും നമ്മുടെ ഇന്ദ്രിയങ്ങള് നമ്മുടെ വിഷയസുഖങ്ങളിലോട്ട് നമ്മൾ അറിയാതെ വീണു പോകും, പതനമുണ്ട്. അങ്ങനെ ഈ ആത്മീയ സാധന ചെയ്യുന്നവർക്ക് കൃഷ്ണൻ കൊടുക്കുന്ന ഒരു താക്കീതാണിത്, ഈ ഒരു ശ്ലോകം. വെറും ആദർശത്തെ മാത്രം മാനിക്കുന്നവരല്ല ഭാരതീയർ. പ്രായോഗികമാക്കാൻ കഴിയാത്ത ആദർശത്തെ കവിസങ്കല്പമായി അവർ കണക്കാക്കിയുള്ളൂ. അതിനാൽ ലക്ഷ്യം ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം തന്നെ അത് കൈവരിക്കാനുള്ള മാർഗത്തെയും ഗീത നിർദ്ദേശിക്കുന്നു. പൂർണ്ണനായ ആത്മാവാണ് താനും സത്യം അറിയാതെ പരിമിതനായ ജീവനാണ് താനെന്ന നിലയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഇതത്രേ അജ്ഞാനം. ഈ അജ്ഞാനം നിലനിൽക്കുന്നിടത്തോളം കാലം ബുദ്ധിക്ക് വേണ്ടത്ര തെളിവുണ്ടാവില്ല. ബുദ്ധി തമസുകൊണ്ട് ആവൃതമാവുമ്പോൾ മനസ്സ് നാനാതരത്തിലുള്ള വിക്ഷേപങ്ങൾ കൊണ്ട് അസ്വസ്ഥമായി തീരുന്നു. അപ്പോൾ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുടെ പിന്നാലെ ഓടാൻ തുടങ്ങും. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നിർത്തിയില്ലെങ്കിൽ അവ മനസ്സിനെ അങ്ങിങ്ങ് വലിച്ചഴിച്ച് പൊറുമുട്ടിക്കും. ഇതാണ് നമ്മുടെ കഥ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് കൃഷ്ണൻ ഇതിനകത്ത് പറയുന്നത്. ഈ പാരഗ്രാഫിൽ നമ്മൾ ഈ അജ്ഞാനത്തില്, നമ്മൾ പരിമിതനായ ഒരു ജീവനാണ്. നമ്മളുടെ ഉള്ള ആ ആത്മചൈതന്യത്തെ, ആ ഈശ്വരീയത്തെ നമ്മൾ അറിയുന്നില്ല. അതിനെ ആവരണം ചെയ്ത് ഞാൻ ശരീരമാണെന്നുള്ള തോന്നലിരിക്കുക. ആ ഒരു ബുദ്ധിയിലിരിക്കുമ്പോൾ ശരീരവും ശരീരവുമായിട്ട് ബന്ധപ്പെട്ടത് എന്റെ ഈ ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ ഈ 5 വിഷയങ്ങളിൽ കൂടെ എന്നെ ഇങ്ങനെ എന്റെ ഓരോ അനുഭവങ്ങളിൽ കൂടെ ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഈ ഞാൻ ശരീരമാണെന്നുള്ള തോന്നൽ എന്നെ ഇരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ഈ ഇന്ദ്രിയ സുഖങ്ങളിൽ കൂടി വരുന്ന അനുഭവങ്ങളിൽ കൂടെ നമ്മൾ സുഖവും ദുഃഖവും അനുഭവിച്ച് നമ്മളിങ്ങനെ അതൊരു ദുരിതാവസ്ഥയാണ്, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നമ്മൾ ഇതൊക്കെ അറിഞ്ഞ് നമ്മൾ കുറെ കഴിയുമ്പോൾ ഇതിനൊക്കെ ഓരോ കാര്യങ്ങൾ അറിഞ്ഞ് നമ്മൾ ഈ ആത്മീയ തത്വങ്ങളൊക്കെ അറിഞ്ഞ് നമ്മൾ സാധനകൾ ചെയ്യാൻ തുടങ്ങും. സാധനയിൽ കുറെ പുരോഗതി നേടിയ യോഗികൾക്ക് പോലും ഈ ദുസ്ഥിതിയിൽ നിന്ന് മുക്തരല്ലെന്ന് കാണിച്ച് കരുതിയിരിക്കാൻ കൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്നു. സാധകന്മാർക്ക് ഇതൊരു മുന്നറിയിപ്പാണ്. വിവേക ബുദ്ധിയെ കീഴ്പ്പെടുത്താൻ ചപല മനസ്സിനെ അനുവദിക്കരുത്. അതാ വിവേക ബുദ്ധിയെ കീഴ്പ്പെടുത്താൻ ചപല മനസ്സിനെ ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, നമ്മളില് വികാരവും ഉണ്ട് വിവേകവും ഉണ്ട്. നമ്മൾ ഈ വികാരത്തിലിരിക്കുക, ഈ വികാരം അങ്ങോട്ട് എപ്പോഴും വികാരത്തിൽ കൊണ്ടിരിക്കുക. അപ്പം വിവേകത്തിന് പ്രകടമാവാൻ ഒക്കുന്നേ ഇല്ല. എപ്പോഴാണ് ഈ വിവേകം പ്രകടമാവേണ്ടത്? വികാരങ്ങളെ മാനേജ് ചെയ്യുമ്പോഴേ. ഈ വികാരങ്ങളെ മാനേജ് ചെയ്യുന്നതാണ് നമ്മൾ ഈ ശമം ദമം തുടങ്ങിയ സാധനങ്ങളുണ്ട്, ഇന്ദ്രിയ സംയമനം തുടങ്ങി. അപ്പൊ ഇതൊക്കെ ചെയ്ത് നമ്മൾ സാധനങ്ങൾ അനുഷ്ഠിക്കണം. അങ്ങനെയാണ് അതാണ് നമ്മൾ ഒരു കാലത്തിലും നമ്മളെ വികാരത്തിൽ കർമ്മം ചെയ്തു പോരുത്. നമ്മൾ ഇപ്പോഴെല്ലാവരും വികാരത്തിലാണ് ചെയ്യുന്നത്. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, എനിക്ക് ഇത് ഇഷ്ടമാണ്, ഇത് ഇഷ്ടമല്ല. നമ്മളെല്ലാവരും ഈ കാരണം ഇതിനെക്കുറിച്ചൊന്നും ഒരു അറിവും നമുക്കില്ല. അപ്പൊ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എല്ലാവരും അവരവരുടെ വാസനയിലാണ്. എനിക്കും അവരവർക്ക് ഓരോരുത്തരുടെ ശരികളുണ്ട്. നമ്മൾ ആ ശരികളിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുക, ധർമ്മത്തിൽ കൂടെ അല്ല, വിവേകത്തിൽ കൂടെ അല്ല. സാധകരുടെ വീഴ്ചയ്ക്ക് കാരണം എവിടെയും എക്കാലത്തും ഒന്ന് തന്നെയാണ്, തപോമാന്യം. കുറച്ചു കാലം വളരെ ക്ഷേമമായി സാധനങ്ങൾ ചെയ്യും, തൽഫലമായി അതുവരെ ഇല്ലാത്ത ഒരു പ്രശാന്തി അനുഭവപ്പെടുകയായി. അതോടെ താൻ സിദ്ധനായി എന്നൊരു തോന്നലും വരുന്നു. ഇത് ഇനി തപസ്സത്തിന് വിഷയങ്ങൾക്കിടയിലും ഇഷ്ടം പോലെ വിഹരിക്കാം, തനിക്കൊന്നും പേടിക്കാനില്ല. അങ്ങനെ തപോനിഷ്ഠയ്ക്ക് അയവ് വരുത്തുമ്പോൾ ഇത് തന്നെ തഞ്ചം എന്ന് കരുതി അപകടകാരികളായ ഇന്ദ്രിയങ്ങൾ സാധകന്റെ മനസ്സിനെ വിഷയങ്ങളിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോയിക്കളയും. അപ്പൊ നമ്മളിങ്ങനെ സാധനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കുറേയൊക്കെ ഇതിന്റെ ഇതിനോട്ടുള്ള അനുഭവങ്ങൾ വരുമ്പോൾ എനിക്കൊരു മറ്റുള്ളവരെക്കാട്ടി ഈ ഒരു ആത്മീയ തലത്തിൽ ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ എനിക്ക് സിദ്ധി അപ്പൊ ഞാനെല്ലാം എനിക്കെല്ലാം തികഞ്ഞു, നമുക്ക് അങ്ങനെ ഒരു തോന്നൽ വരും. ഈ ഈഗോ നമ്മളെ വഴിതെറ്റിക്കും. അപ്പം നമ്മൾ ഈ ഒരു അഹങ്കാരത്തിന്റെ പുറകെ വിവേകത്തിലല്ലാതെ വികാരത്തിന്റെ പുറകെ നമ്മൾ പോകാൻ തുടങ്ങും. പിന്നെയും നമ്മൾ അവിടുന്ന് അധപ്പതിക്കും താഴെ. പിന്നെ ഇതാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയ ഒരു ആത്മീയ സാധന ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ള ഒരു സാധന ഒരു അനുഭവത്തിൽ കൂടെ പോകുന്ന പോലല്ല. ഇതിനെ നമ്മള് ഈ പാരമാർത്ഥ സത്യങ്ങളെ മനസ്സിലാക്കി വളരെ നിഷ്ഠയോടുകൂടി ഓരോ കാര്യങ്ങളും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഇതിനെ കൊണ്ടുവരണം. പക്ഷെ ഇതിനിടയിൽ നമ്മൾ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുമ്പോഴേ നമുക്ക് ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ നമുക്ക് ഓരോ ഉയർച്ച വരും മാനസികമായിട്ടുള്ള. അപ്പോൾ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. അഹങ്കാരം എന്ന് വെച്ചാൽ എന്തുവാ? ധിക്കാരം എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ഞാനെന്ന ഭാവം, ഓക്കെ എനിക്ക് ഇത്രയും ഇത്രയൊക്കെ ഞാൻ സാധന ചെയ്ത് എനിക്ക് ഇത്രയൊക്കെ ഒരു കഴിവ് വന്നു. നമുക്കൊരു അങ്ങനെ എത്രയോ പേർക്ക് ഉണ്ടായിട്ടുണ്ട്. എത്രയോ പേര് നമുക്കറിയാമല്ലോ, എത്രയോ പേര് ആത്മീയമായിട്ടുള്ള ഓരോ സിദ്ധികൾ കാണിച്ചോ അല്ലെങ്കിൽ അവരുടെ കഴിവിൽ അഹങ്കരിച്ച് അവരെന്തെല്ലോ പതനം വരുന്ന എത്രയോ കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത ശ്ലോകം വായിക്കാവോ? ഗിരിജിക്ക് വായിക്കാവോ? നോക്കട്ടെ 61. താനി സർവാണി സംയമ്യ യുക്താസീത മത്പര വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത.
അവയെ ഇന്ദ്രിയങ്ങളെയെല്ലാം കീഴടക്കി പരുമ്പൊരുളായ എന്നിൽ തന്നെ മനസ്സിനെ ഏകാഗ്രമാക്കി വയ്ക്കണം. എന്തെന്നാൽ ആർക്ക് ഇന്ദ്രിയങ്ങൾ സ്വാധീനങ്ങളാണോ അയാളുടെ പ്രജ്ഞ സ്ഥിരമത്രേ. വിഷയങ്ങളുടെ പിന്നാലെ ആസക്തിയോടെ പായുന്ന ഇന്ദ്രിയങ്ങൾ സാധകനെ അധപ്പതിക്കുന്നുവെന്നതിനാൽ അവയെ അടക്കുക തന്നെ വേണം. എന്നാൽ വിഷയാഭിമുഖ്യം കാമവികാരം മനസ്സിന്റെ സ്വഭാവം ആണെന്നും അതിനെ തടയുന്നത് അനാരോഗ്യകരമാണെന്നും ആധുനിക മനഃശാസ്ത്രം വാദിക്കുന്നുണ്ട്. പാശ്ചാത്യൻ ധരിക്കുന്നത് പോലെ വികാരങ്ങളെ ബലാത്കാരേണ നിയന്ത്രിക്കലല്ല ആത്മസംയമനം. അമർത്തിച്ചെന്നാൽ വികാര സമ്മർദ്ദം മനസ്സിന്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് പൗരസ്ത്യ ദർശനികന്മാർക്ക് അറിയാം. അതിനാൽ വികാരങ്ങളെ കെട്ടിനിർത്താൻ അല്ല, പവിത്രീകരിക്കാനും ആത്മശ്രേയസിനെ വിനിയോഗമാക്കാനുമാണ് വേദാന്തം അനുശാസിക്കുന്നത്. നശ്വര വിഷയങ്ങളിൽ നിന്ന് കിട്ടുന്ന തുച്ഛ സുഖങ്ങളെക്കാൾ എത്രയോ മടങ്ങ് ശ്രേഷ്ഠമാണ് സംയമിയായ സാധകൻ ധ്യാനാഭ്യാസത്തിലൂടെ കൈവരിക്കുന്ന ക്രിയാത്മകമായ പ്രശാന്തി. അതിനാൽ ഇന്ദ്രിയങ്ങളെ കീഴടക്കി നിർത്താൻ പറയുന്നതോടൊപ്പം തന്നെ പരമാത്മാവിൽ മനസ്സിനെ ഏകാഗ്രമാക്കി വയ്ക്കാനും ഋഷിമാർ ഉപദേശിക്കുന്നു. അവിടെ നിർത്തണേ. പ്രീതു വായിക്കും. ബാക്കി ആത്മസാക്ഷാത്കാരത്തിന് സാധകൻ അനുഷ്ഠിക്കേണ്ട സാധന മുഴുവനും ഈ ശ്ലോകത്തിന്റെ പൂർവാർത്ഥം താനി ആസീത മത്പര സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ എത്രയോ ജന്മങ്ങളിലായി ജീവിതം നയിച്ചു പോന്ന നമ്മുടെ ഉള്ളിൽ ധാരാളം മലിനവാസനകൾ കെട്ടിക്കിടപ്പുണ്ട്. അവയെ മുഴുവനും തുടച്ചു നീക്കുക എളുപ്പമല്ല. ധർമ്മ മാർഗാവലംബികളെ കുഴയ്ക്കുന്ന ഒരു പ്രശ്നമാണിത്. ഈ പ്രശ്നത്തിന് പ്രാചീന ഋഷിമാർ പരിഹാരം കണ്ടുപിടിച്ചു. മനസ്സിലെ വാസനകൾ മുഴുവൻ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുമെന്ന് അവർ സ്വാനുഭവത്തിലൂടെ തെളിയിച്ചു. ദാനത്തിലൂടെ മനസ്സിനെ പ്രശാന്തമാക്കുക, അന്തരാത്മാവിൽ മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തുക. അപ്പോൾ പരമാത്മാവിനഭിമുഖമായി മനസ്സിനെ തുറന്നു വെക്കുമ്പോൾ മാലിന്യം നീങ്ങിപ്പോകും. ശുദ്ധമായ മനസ്സിൽ വിഷയതൃഷ്ണ ഉണ്ടാവില്ല എന്നതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ സ്വാധീനത്തിൽ നിർത്താൻ സാധകന് പ്രയാസമുണ്ടാവില്ല. ഇതിൽ സിദ്ധി നേടിയവനത്രേ സ്ഥിതപ്രജ്ഞൻ. പരമാത്മ വൈഭവം അറിയാനിടയാവുമ്പോൾ ഇന്ദ്രിയങ്ങൾ പരപ്രേരണയില്ലാതെ സ്വയം അടങ്ങിക്കൊള്ളും. അല്ലാതെ അവയെ ബലാത്കാരേണ കെട്ടിയിടുന്നത് ശ്രേയസ്കരമല്ല. ആത്മജ്ഞാനി ഇന്ദ്രിയങ്ങളെ നശിപ്പിക്കുന്നില്ല, കണ്ണു കുത്തിപ്പൊട്ടിക്കുകയോ ചെവി അടച്ചു കളയുകയോ ചെയ്യുന്നില്ല. ഉള്ളിലെ മൃഗത്തെ ഇണക്കി മെരുക്കി ആവശ്യത്തിന് വിനിയോഗിക്കുന്നവനത്രേ സ്ഥിതപ്രജ്ഞൻ. മുമ്പ് ശത്രുക്കളായി വർത്തിച്ചിരുന്ന ഇന്ദ്രിയങ്ങളും മനസ്സും അദ്ദേഹത്തിന്റെ കിങ്കരന്മാരായി മാറുന്നു. ഇനി ആത്മനിയന്ത്രണമില്ലാത്തവന് വന്നു ചേരുന്ന അനർത്ഥത്തെ ചൂണ്ടിക്കാട്ടുന്നു. അപ്പം നമ്മളെ ഈ ഇന്ദ്രിയ വിഷയങ്ങളുടെ ഇത് പറയാം, നമ്മളെ ആത്മസംയമനം, അതിനകത്തില് ഉണ്ടാകുന്ന ഇന്ദ്രിയങ്ങളെ കുറിച്ചുള്ള സംയമനമാണ് ഈ ഒരു ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ സംയമനം നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ട് ഒന്നിനെയും ചെയ്യരുത്. കണ്ടോ, പാശ്ചാത്യർ ധരിക്കുന്നത് പോലെ വികാരങ്ങളെ ബലാത്കാരനെ നിയന്ത്രിക്കലല്ല ആത്മസംയമനം. അമർത്തി വെച്ചാൽ വികാര സമൃദ്ധം മനസ്സിന്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് പൗരസ്ത്യ ദാർശനികന്മാർക്കറിയാം. അതിനാൽ വികാരങ്ങളെ കെട്ടി നിർത്താനല്ല, പവിത്രീകരിക്കാനും ആത്മശ്രേയസിന് വിനിയോഗിക്കുവാനും വേദാന്തം അനുശാസിക്കുന്നു. നശ്വര വിഷയങ്ങളിൽ നിന്ന് കിട്ടുന്ന തുച്ഛ സുഖങ്ങളെക്കാൾ എത്രയോ മടങ്ങ് ശ്രേഷ്ഠമാണ് സംയമിയായ സാധകൻ ധ്യാനാഭ്യാസത്തിലൂടെ കൈവരിക്കുന്ന ക്രിയാത്മകമായ പ്രശാന്തി. അതിനാൽ ഇന്ദ്രിയങ്ങളെ കീഴടക്കി നിർത്താൻ പറയുന്നതോടൊപ്പം തന്നെ പരമാത്മാവിൽ മനസ്സിനെ ഏകാഗ്രമാക്കി വയ്ക്കാനും ഋഷിമാർ ഉദ്ദേശിക്കുന്നു. അപ്പൊ നമുക്ക് ഈ 5 ഇന്ദ്രിയങ്ങളിൽ കൂടെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ ആ വികാരത്തിലെ 5 ഇന്ദ്രിയങ്ങളിൽ കൂടെയുള്ള ആ സുഖത്തിന്റെ പുറകെ പോകുമ്പോൾ അതിന്റെ ഒരു വികാരമാണതില്ല. ആ വികാരങ്ങളെ സപ്രസ് ചെയ്യുകയല്ല വേണ്ടത്. നമ്മൾ ഈ പാരമാർത്ഥ്യ സത്യങ്ങളെ എനിക്ക് എൻ്റെ മാനസികമായിട്ടുള്ള ഉയർച്ചയ്ക്ക്, എൻ്റെ മോക്ഷ യാത്രയ്ക്ക് എന്നുവെച്ചാല് മുക്തിയിലോട്ടുള്ള എൻ്റെ യാത്രയ്ക്ക് എനിക്ക് എൻ്റെ ഈ വാസനകളിൽ നിന്ന് മാറേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മളിതിനെ മനസ്സിലാക്കി, നമുക്കറിയാമല്ലോ, നമുക്ക് ചില വ്രതങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മള് ഓരോ കാര്യസാധ്യത്തിന് വേണ്ടിയാ. അപ്പൊ ആ സമയത്ത് അത്രയും സമയത്തേക്ക് നമ്മൾ ഇത് കഴിക്കത്തില്ല, അത് കഴിക്കത്തില്ല, നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കും. നമുക്ക് ഇതൊക്കെ ഇഷ്ടമാണ്, പലതിനെയും നമ്മൾ
കഴിക്കാതിരിക്കുന്നത് നമ്മൾ മനസ്സിലെല്ലാം ഉണ്ട്. പക്ഷെ ഈ ആഗ്രഹസാധന ഒരു വ്രതം എടുക്കണം, ആ ഒരു നേരത്തേക്ക് വേണ്ടി. അപ്പൊ നമ്മൾ അതിനു വേണ്ടിയാ എന്ന് പറയുന്ന പോലെ, ഈ നമ്മളൊരു ആഗ്രഹ സാധനത്തിന് വേണ്ടി ഒരു വ്രതം എടുക്കുന്ന പോലെ, ഈ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്തോ ആഗ്രഹമായിരിക്കണം? നമ്മുടെ ലൗകികമായ ആഗ്രഹങ്ങൾ ആയിരിക്കരുത്. എന്റെ മനസ്സിനെ മുക്തിയിലോട്ട് നയിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ വാസനകളെ എനിക്ക് നിർമ്മാർജ്ജനം ചെയ്യണമെന്നുണ്ട്. ഈ വാസന നിർമ്മാർജ്ജനം ചെയ്യാൻ വാസനകളെ റിമൂവ് ചെയ്യണമെന്നുണ്ട്. അപ്പം ഈ വാസന നിർമ്മാർജ്ജനം ചെയ്യാൻ എനിക്ക് ഈ ഇന്ദ്രിയ സംയമനവും ഇന്ദ്രിയ സംയമനം എന്ന് പറയുന്നത് എന്റെ 5 ഇന്ദ്രിയങ്ങളിൽ കൂടെയുള്ള അനുഭവങ്ങൾ. എനിക്ക് ഒന്നിനോട് ഇഷ്ടം, ഒന്നിനോട് വെറുപ്പ്. അപ്പൊ ഞാൻ ഇതിനെ ബാലൻസ് ചെയ്യണം. ഇപ്പൊ ഇങ്ങനെ നമ്മുടെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ, മൂക്ക്, നാക്ക്, ത്വക്ക്, കണ്ണ്, ചെവി, ഈ 5 ഇന്ദ്രിയങ്ങളിൽ കൂടെയുള്ള ആ ഓരോ അനുഭവങ്ങളാണ് നമ്മൾ അതിലോട്ട് അട്രാക്റ്റ് ആയി പോവുക. അതിലോട്ട് ആകർഷിച്ച് ഞാൻ അങ്ങനെ പോയി പോരുമ്പോഴും ഞാൻ അതിലോട്ട് ദുരിതത്തിലോട്ടാണ് നീങ്ങുന്നത്. അപ്പം ഇതിനെ ഞാൻ സപ്രസ് ചെയ്യരുത്, ഞാൻ ബലാത്കരണം അടിച്ചമർത്തരുത്. ഞാൻ ഇതിന്റെ കാര്യങ്ങളെ മനസ്സിലാക്കി, ഇത് ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി വേണം. അല്ലാതെ എനിക്ക് ഇതിനു വേണ്ടി ഞാൻ അടിച്ചമർത്തരുത്. അടിച്ചമർത്തിയാൽ ഏതെങ്കിലും ഒരു സമയത്ത് ഇതെല്ലാം തിരിച്ചു വരും. അപ്പം നമ്മൾ ഇതിനെ മാനേജ് ചെയ്യുക ചെയ്യുന്നത്. അപ്പം ഇതൊരു നമ്മുടെ മനസ്സിലെ വികാരങ്ങളെ എല്ലാം നമ്മൾ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു മാനസിക നില തെറ്റാൻ തന്നെ ഇടവരും. അപ്പം ഈ സത്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ സപ്രഷൻ വരുന്നില്ല. നമ്മൾ ഇതിനു വേണ്ടി എന്തിനാണ് ഞാൻ ചെയ്യുന്നത്? അപ്പൊ എന്റെ ഒരു നല്ലൊരു സ്ഥിതി, ഒരു എന്റെ ഒരു മനസ്സിന്റെ നില ഉയർത്താൻ വേണ്ടിയാണ്. അപ്പം അത് മാത്രമല്ല, നമ്മൾ ഇന്ന് ലോകത്ത് കാണുന്ന സത്യങ്ങളല്ല അതൊക്കെ നമുക്ക് സത്യമായിട്ട് തോന്നുകയാണ്. ഇതിന്റെയൊക്കെ പുറകിൽ വേറെ സത്യമുണ്ട്. നമുക്കറിയാമല്ലോ, സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു, നമ്മുടെ അനുഭവമാണ്. പക്ഷെ ശരിക്കും സൂര്യൻ ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഈ കാണുന്ന നമ്മുടെ വ്യാപക സത്യങ്ങളുടെ പുറകിലുള്ള പാരമാർത്ഥിക സത്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോഴേ നമുക്ക് പതുക്കെ മനസ്സ് ഇതിനെയെല്ലാം നമ്മൾ പതുക്കെ ഇതിനകത്ത് നിന്നൊക്കെ ഒരു ഡിസ്പാഷൻ വന്നു തുടങ്ങും. പാരമാർത്ഥിത്വങ്ങളെ അറിഞ്ഞു എന്റെ ബുദ്ധിയിൽ ഉറയ്ക്കും തോറും എനിക്ക് ഇതിൽ നിന്ന് പതുക്കെ വിരക്തി ഉണ്ടാവും. അല്ലാതെ ഞാൻ ഇതൊന്നും കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഞാൻ ഇന്ദ്രിയ സുഖങ്ങളെല്ലാം ഞാൻ ബഹിഷ്കരിക്കുക, അങ്ങനെ ബലാത്കരണം ചെയ്തുകൂടാ. അതാണ് അത് നമ്മൾ നാശത്തിലോട്ടേ പോകത്തുള്ളൂ. നമ്മൾ ഇതിനെ മനസ്സിലാക്കി, അതുകൊണ്ടാണ് പറഞ്ഞത് ആത്മസാക്ഷാത്കാര സാധന അനുഷ്ഠിക്കേണ്ട സാധന മുഴുവൻ ഈ ശ്ലോകത്തിൽ പൂർവാർത്ഥം എന്ന് വെച്ചാല്, എത്രയോ ജന്മങ്ങളിലായി വിഷയ ജീവിതം നയിച്ചു പോകുന്ന നമ്മുടെ ഉള്ളിൽ ധാരാളം മലിനവാസന കെട്ടിക്കിടപ്പുണ്ട്. അവയെ മുഴുവൻ തുടച്ചു നീക്കി എളുപ്പമല്ല. അപ്പൊ നമ്മൾ ധർമ്മ മാർഗാവലംബികളെ കുഴയ്ക്കുന്നവർ, നമ്മൾ ഈ ധർമ്മത്തിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും കുഴയ്ക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ വാസനകൾ. നമുക്ക് ഇഷ്ടങ്ങളിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. അപ്പൊ അതാണ് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ സാധനങ്ങളിൽ നിന്ന് ഉയരുന്നത്? നമ്മൾ എല്ലാ വാസനകളും അനുഭവിച്ച് തീർത്ത് എനിക്ക് മോക്ഷം കിട്ടാനൊക്കെ സാധ്യമല്ല. അപ്പം ഞാൻ ഈ സാധനങ്ങൾ ചേർന്ന് ഉയർന്നു വരുന്തോറും ഞാൻ ഈ ആത്മീയ ജ്ഞാനം, പരമാത്മാവാണ് ഞാൻ എന്നുള്ള ജ്ഞാനം, ആ ജ്ഞാനം ആർജിക്കുന്ന അങ്ങനെ വരുമ്പോഴത്തേക്ക് പതുക്കെ എന്റെ വാസനകൾ താനെ നള്ളിഫൈ ആയി പോവും, ക്യാൻസൽ ആയി പോവും, എരിഞ്ഞു പോവും. ജ്ഞാനാഗ്നിയിൽ ഇത് ദഹിക്കപ്പെട്ടു എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് എല്ലാ വാസനകളും ഞാൻ അനുഭവിച്ചു തീർത്ത് എനിക്ക് മുക്തിയിലോട്ട് പോകാൻ ഒക്കത്തില്ല. കാരണം അത്രയ്ക്ക് എന്റെ വാസനാ ഭാണ്ഡം ഉണ്ട് എന്റെ കയ്യിൽ. അപ്പൊ ഇതിന് ഞാൻ ഈ പാരമാർത്ഥിക സത്യങ്ങളെ അറിഞ്ഞ് ജ്ഞാനം ആർജിക്കുന്നതോടുകൂടി എനിക്ക് എല്ലാത്തിൽ നിന്നും എനിക്ക് വിരക്തി വരാൻ തുടങ്ങും. നമുക്ക് അനുഭവം അറിയാമല്ലോ, കുട്ടിക്കാലത്ത് നമ്മൾ എന്തിനോടൊക്കെ അറ്റാച്ച്ഡ് ആയിരുന്നു. കുറച്ച് പ്രായമായപ്പോഴോ, കുറച്ച് എന്റെ മാനസിക നില ഉയർന്നപ്പോഴോ അതിനോടൊക്കെ എനിക്ക് വിരക്തി വന്നു. ഞാൻ കളിപ്പാട്ടങ്ങളിൽ പിടിച്ചു തൂങ്ങുന്നുണ്ടോ? ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇപ്പൊ വഴക്കൂടുന്നുണ്ടോ? ഇല്ല. അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോ എന്തെല്ലാം വേണ്ടി. അപ്പം മാനസിക നില ഉയർന്നപ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ ഞാൻ അത് താനെ വിട്ടു വരുക. നമ്മൾ ഒന്നിനെയും മാറ്റുമല്ല, അത് താനെ മാറുന്നു എന്ന് പറയുന്ന പോലെ സാധനങ്ങൾ ചെയ്ത് നമ്മൾ ഇതെല്ലാം വരുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പൊ ഉള്ള എന്റെ ഇന്ദ്രിയ സുഖങ്ങളെല്ലാം ഞാൻ പതുക്കെ ഡിറ്റാച്ച്ഡ് ആവും. എന്ന് വെച്ചാല് ഡിസ്പാഷൻ ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ പാരമാർത്ഥിക സുഖങ്ങളെ അറിയുമ്പോഴാണ് ഇതുണ്ടാവുന്നത്. അറിയാതെ ഞാൻ ബലാത്കരണം ഇതിനെ അടിച്ചമർത്തി എനിക്കിത് ആത്മസാക്ഷാത്കാരം കിട്ടുവാന്ന് വിചാരിക്കണ്ട. അപ്പൊ നമ്മളിപ്പോ ഇതിനകത്തിലെ ഈ ഇന്ദ്രിയ സുഖങ്ങൾ എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മുടെ ഭാഗവതത്തിലെ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളുണ്ട്. ഈ 5 ഇന്ദ്രിയങ്ങളിൽ കൂടെ, ഓരോ ഇന്ദ്രിയങ്ങളിൽ കൂടെയും നാശത്തിലോട്ട് പോകുന്ന ഒരു 5 കേസുകൾ പറയുന്നു, 5 ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് ഭാഗവതത്തില്. ഞാനത് ഈ യോഗ വാസിഷ്ഠ സുധ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്തിലെ ഒരു പാരഗ്രാഫ് ഞാൻ വായിക്കാം. മാൻ കാട്ടാളന്റെ മധുര ശബ്ദത്തിന് പിന്നാലെ പോയി വലയിൽ അകപ്പെടുന്നു. എന്ന് വെച്ചാൽ മാൻ ഈ മധുര ശബ്ദം വെച്ചാൽ പാട്ട് പാടി വെച്ചാൽ ഓടക്കുഴലിൽ കൂടെ നല്ല സംഗീതം കേട്ടാണ് മാൻ ആകർഷിച്ച് കാട്ടാളന്റെ വലയിലാകപ്പെടുന്നത്. ശബ്ദം എന്ന ഒരു അനർത്ഥമാണ് മാനിനെ വലയിലാകപ്പെടുത്തുന്നത്. വണ്ട്
താമരയുടെ ഗന്ധത്താൽ പ്രലോഭിക്കപ്പെട്ടിട്ടാണ് അതിനകത്ത് ബന്ധനസ്ഥനാകുന്നത്. താമരപ്പൂവിന്റെ മണം കൊണ്ട് വണ്ട് പോയി അതിനകത്ത് ഇരുന്ന് താമരപ്പൂ ഇരുന്ന് തേൻ കുടിക്കും. അങ്ങനെ ആകുമ്പോൾ അത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അതിരുന്ന് ആ താമരപ്പൂ അങ്ങ് അടഞ്ഞു പോകും. അത് ബന്ധനസ്ഥനാവുക, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നു. എന്തുകൊണ്ട്? ഗന്ധത്താൽ. ഗന്ധമെന്ന ഒരു അനർത്ഥമാണ് വണ്ടിനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നത്. ഈയാമ്പാറ്റയുടെ കഥയും ഇത് തന്നെ. രൂപമെന്ന് ഏകാനർത്ഥം അതിനെ എരിച്ച് ചാമ്പലാക്കുന്നു. തീയിലോട്ട് ഈയലെല്ലാം വന്ന് നമ്മൾ ഈയലുകൾ തീയിലോട്ട് വന്നിങ്ങനെ ആകർഷിക്കപ്പെടും. എന്തുകൊണ്ടാ? ആ തീയാണ്ട് കഴിക്കാനുള്ള ഏതാണെന്ന് രൂപം കണ്ടുകൊണ്ട് വന്ന് ഈയാമ്പാറ്റകൾ വന്ന് അതിനകത്ത് വന്ന് ദഹിച്ചു പോവുക. കാരണം അപ്പം ആ ഇത് രൂപമെന്ന ഏകനാർത്ഥം അതിനെ എരിച്ച് ചാമ്പലാക്കുന്നു. പിടിയാനയുടെ സ്പർശം കൊതിച്ച് അതിന്റെ പുറകെ പോകുന്ന കൊമ്പനാന സ്പർശമെന്ന അനർത്ഥത്തിന്റെ പിറകെ പോയി കുഴിയിൽ വീഴുന്നു. ഈ ആനകളെ പിടിക്കുന്ന എങ്ങനെ? പിടിയാനകളെ അയച്ച് അതുമായിട്ട് ഇങ്ങനെ ഒരസി അതിന്റെ സ്പർശം ഭയങ്കര അതിനെ ഇങ്ങനെ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്താണ് ഇതിനെ കുഴി വീഴ്ത്തുന്നത്. അപ്പൊ സ്പർശത്തിൽ കൂടെ അതിന്റെ നാശത്തിലോട്ട് വരുന്നു. മത്സ്യത്തിനെ എങ്ങനെ പിടിക്കുന്നത്? ചൂണ്ടയിൽ ഒരു ഇരയൊക്കെ ഇടും. അപ്പൊ മത്സ്യമാകട്ടെ രസം കൊതിച്ച് ചൂണ്ടയിൽ കോർത്ത് ഭക്ഷണം വിഴുങ്ങി സ്വയം മരിക്കുന്നു. ശബ്ദ സ്പർശ രൂപരസ ഗന്ധം, ഇതാണ് നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ. ശബ്ദ സ്പർശ രൂപരസ ഗന്ധം, ഈ 5 ഇന്ദ്രിയങ്ങളെ അതിന്റെ വിഷയങ്ങളായത്. ശബ്ദം ചെവിയുടെ, സ്പർശം ത്വക്കിന്റെ, രൂപം കണ്ണിന്റെ, രസം നാക്കിന്റെ, ഗന്ധം മൂക്കിന്റെ. ഈ 5 ഇന്ദ്രിയങ്ങളുടെയും ഈ ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളാവുന്ന അനർത്ഥങ്ങളായ ജഡവിഷയങ്ങളിൽ ഓരോന്നിനെ പിന്തുടരുന്ന ജന്തുക്കൾക്ക് പോലും സർവനാശം സംഭവിക്കുന്നു. അപ്പോൾ എല്ലാറ്റിനെയും ഒരുമിച്ച് പിന്തുടരുന്ന മനസ്സിന്റെ കഥ എന്തായിരിക്കും? ഇപ്പം ഓരോ ജീവികളും അവരുടെ ഓരോ ഇന്ദ്രിയ സുഖത്തിൽ പെട്ട് നശിക്കുന്ന കഥയാണ് അതിനകത്ത് പറഞ്ഞത്. ഈ മനുഷ്യനാണെങ്കിലോ ഈ 5 ഇന്ദ്രിയങ്ങളുടെയും പുറകെ പോവുക. അപ്പൊ എങ്ങനെയായിരിക്കും നാശം? നമ്മൾ ഈ ഇന്ദ്രിയ സുഖങ്ങളുടെ ഇതിലൂടെ പുറകെ പോയി കഴിഞ്ഞാൽ നമുക്ക് സർവനാശമേ വരത്തുള്ളൂ. നമ്മൾ ദുരിതത്തിലോട്ടേ പോകത്തുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഇന്ദ്രിയ സുഖത്തിനെ നമ്മൾ ബാലൻസ് ചെയ്യണം. ഈ ഞാൻ അന്ന് പറഞ്ഞില്ലേ, രുചി, പലതരത്തിലുള്ള നവരസങ്ങളുണ്ട്. ഇതിനെയെല്ലാം ഒരേപോലെ, എനിക്ക് കയ്പ് ഇഷ്ടമല്ല, മധുരമാണ് ഇഷ്ടം, ഞാൻ കയ്പ് കഴിക്കത്തില്ല, മധുരമേ കഴിക്കത്തില്ല, ഞാൻ മധുരം തന്നെ പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു ആസ്പെക്ട് നമ്മൾ എല്ലാത്തിനെയും രുചി കണ്ട് എല്ലാം ഒരേ മനോനിലയിലോട്ട് എനിക്ക് ഇതേപോലെ ഓരോ ഇന്ദ്രിയങ്ങളുടെയും. അപ്പം ഇങ്ങനെ നമ്മൾ തന്നെ ആലോചിക്കണം. നമ്മുടെ ഇന്ദ്രിയ സുഖങ്ങളിലെ നമുക്ക് അനുഭവങ്ങളെ എങ്ങനെയാ നമ്മൾ തന്നെ അതിനെക്കുറിച്ച് അനലൈസ് ചെയ്ത് ബാലൻസ് ചെയ്യണം. ഇപ്പൊ നമുക്ക് ഉണ്ടാവുന്ന നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ ഇന്ദ്രിയങ്ങളിൽ കൂടെ വരുന്ന എനിക്ക് സുഖങ്ങൾ എന്റെ ലൈഫിൽ എന്തൊക്കെയാ, ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കണം. ഞാൻ എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നേ, ഞാൻ എന്റെ ഇഷ്ടാനിഷ്ടം. അപ്പൊ ആ ഇഷ്ടാനിഷ്ടങ്ങളിൽ നിന്ന് മാറി വിവേകത്തിൽ, എന്നുവെച്ചാൽ വികാരത്തിൽ നിന്ന് മാറി വിവേകത്തിൽ ഈ അനുഭവങ്ങളെ കാണാൻ പഠിക്കണം. അങ്ങനെ ഇതിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അതൊരു സപ്രഷൻ ആയിപ്പോകും. ഇതാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ ഇതിന്റെ അടുത്ത ശ്ലോകത്തിൽ ഇതിന്റെ നാശങ്ങൾ, ഇങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ അതിന്റെ നാശം ഉണ്ടാവുന്നതിനെ കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ ഇതില് നമുക്ക് ഈ പ്രശ്നത്തിന് പരാജയരേഷ്മ അപ്പം എങ്ങനെ എന്തുകൊണ്ടാണ് ഇതിനെല്ലാം നല്ലിഫായി പോകുന്നത്? പരമാത്മ ചൈതന്യത്തില്, ഈ ആത്മീയ ജ്ഞാനത്തില് എന്റെ വാസനകൾ അങ്ങ് കത്തിപ്പോകും. അപ്പം പിന്നെ എനിക്ക് അങ്ങനെയാണ് ഈ വാസനകളെ ഞാൻ നിർമ്മാർജ്ജനം ചെയ്യേണ്ടത്. സാധനകളിൽ കൂടെ ചെയ്ത് കൊണ്ടുവന്ന് ഞാൻ ഇങ്ങനെ പലരിലും ആത്മസമയം വേടുമ്പോൾ തന്നെ എനിക്ക് വാസനകൾ കുറഞ്ഞു കഴിഞ്ഞു. പിന്നെ അവസാനമുള്ള റെസിഡ്യൂൾ ആയിട്ടുള്ള വാസനകൾ, ബാലൻസ് വരുന്ന വാസനകളെ ഈ ആത്മീയ ജ്ഞാനം ഞാൻ ആ ഒരു സ്റ്റേറ്റിലോട്ട് എത്തുമ്പോഴേക്ക് താനെ നമ്മളിൽ നിന്ന് അങ്ങ് പോകുന്നത്, പിന്നെ നമ്മളിൽ നിൽക്കത്തില്ല. ആ ജീവൻ മുക്താവസ്ഥ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു വ്യക്തി പിന്നെ താഴോട്ട് വരത്തില്ല, അധപതിക്കത്തില്ല. പക്ഷെ അതുവരെ ഈ ജീവൻ മുക്താവസ്ഥ കിട്ടുന്നത് വരെ ഞാൻ വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം അത്രയ്ക്ക് എനിക്ക് ഇങ്ങനെ ആ യാത്രയിൽ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പല അനുഭവങ്ങൾ പറയാമോ, ഞാൻ ആയിക്ക് തികഞ്ഞു കഴിഞ്ഞു, ഞാൻ മുക്താവസ്ഥയിൽ വന്നു കഴിഞ്ഞു എന്നുള്ള ധാരണയില് ഞാൻ സാധാരണക്കാരെ പോലെ പെരുമാറാൻ തുടങ്ങും. അങ്ങനെയൊക്കെ ആ മുക്താവസ്ഥ വന്ന ആത്മസാക്ഷാത്കാരം കിട്ടിയതിന് ശേഷമേ നമുക്ക് സാധാരണക്കാരുടെ ഇടയിൽ വിവരിക്കാൻ പറ്റത്തുള്ളൂ. അതുവരെ നമ്മൾ വിവരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും ആ സാധനങ്ങൾ വിടാൻ പറ്റത്തില്ല. വൺസ് നമ്മളിത് ഈ ജീവൻ മുക്താവസ്ഥ നേടി പിന്നെ ആത്മസാക്ഷാത്കാരം ധ്യാനത്തെ കൊണ്ട് നേടിയ ആ ഒരു അവസ്ഥ, തുരീയാവസ്ഥയിലോട്ട് വന്ന ഒരാൾക്ക് മാത്രമേ, അതാണ് സ്ഥിതപ്രജ്ഞൻ. ആ സ്ഥിതപ്രജ്ഞന് മാത്രമേ പിന്നെ എങ്ങനെ വ്യവഹരിച്ചാലും അതിൽ പെട്ടുപോകത്തില്ല. അതേസമയത്ത് അതുവരെ അങ്ങനെ ജീവൻ മുക്താവസ്ഥ കംപ്ലീറ്റ് ആകാതെ ആയി എന്നുള്ളൊരു തോന്നലിൽ നമ്മൾ വ്യവഹരിക്കാൻ തുടങ്ങിയാൽ തിരിച്ചും നമ്മൾ ഈ ഇന്ദ്രിയ സുഖങ്ങളിൽപ്പെട്ട് അധപതനമായിരിക്കും. ഇതാണ് ഈ 2 ശ്ലോകങ്ങളുടെ അർത്ഥം. എന്തെങ്കിലും പറയാനുണ്ടോ?
ഇതിനകത്ത് ഒരു സെന്റൻസ് പറഞ്ഞില്ലേ, നമ്മൾ വികാരങ്ങളെ കെട്ടി നിർത്താനല്ല, അത് പവിത്രീകരിക്കാനും ആ. ആത്മശ്രേയസ് വിനിയോഗിക്കാനുമാണ് അത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ നമ്മളിപ്പോ ഈ കണ്ണുകൊണ്ടും ഇപ്പം കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഇതൊക്കെ ചെയ്യുന്ന ഇന്ദ്രിയങ്ങൾ വഴി കിട്ടുന്ന ഇത് നമ്മളത് ദൈവത്തിന്റെ നമ്മൾ ഈശ്വരന്റെ തിരിച്ചു വെച്ചാൽ ഇപ്പൊ കാണുന്നതൊക്കെ നമുക്ക് ഭഗവാന്റെ ഇതും കേൾക്കുന്നതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം എപ്പോഴും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ബാക്കിയുള്ള വിഷയസുഖങ്ങളിൽ നിന്നുള്ള ഇത് നമുക്ക് മാറിക്കിട്ടും. അല്ല നമുക്ക് ഒറ്റയടിക്ക് നമ്മളല്ലേ അങ്ങനെയല്ലേ ഇപ്പൊ പറഞ്ഞതിന്റെ ഉദ്ദേശം? തീർച്ചയായും പവിത്രീകരിക്കുന്ന നമ്മൾ എപ്പോഴും റിഫൈൻ ചെയ്യണം നമ്മുടെ പ്രവൃത്തികളെ, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെ നമ്മൾ റിഫൈൻ ചെയ്യണം. നമ്മുടെ റഫായിട്ടുള്ള എനിക്ക് ഇത് ഇഷ്ടം, നമ്മൾ ആ ഒരു കട്ടുപാടിൽ നമ്മൾ മാറണം, അതിനെ റിഫൈൻ ചെയ്യണം, നമ്മുടെ സ്വഭാവത്തിനെ നമ്മുടെ ഇതിനെ റിഫോം ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് റിഫൈനിങ് ആൻഡ് റിഫോം. അങ്ങനെ റിഫൈൻ ചെയ്ത് നമ്മൾ റിഫോം ആവണം. അത് നമ്മുടെ പ്രാക്ടീസിലൂടെ ഒക്കത്തുള്ളൂ. എന്റെ സ്വഭാവം ഞാൻ തന്നെ മനസ്സിലാക്കണം. ഇതെന്തിനാ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, ഇത് എന്തുകൊണ്ടാണ്. ഇപ്പൊ നമ്മൾ ഈ ഗീത ഇതുവരെ പഠിച്ചപ്പോ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി. ഇത് വെച്ചിട്ട് നമ്മൾ ഇനി പഠിച്ചുകൊണ്ടിരിക്കുക. ഇതിനനുസരിച്ച് എന്റെ സ്വഭാവത്തിനെ ഞാൻ ഒബ്സർവ് ചെയ്യണം. ഞാൻ തന്നെ എന്റെ സ്വഭാവത്തിനെ ഒബ്സർവ് ചെയ്ത് ഞാൻ എന്താണ് ചെയ്യുന്നത് അനലൈസ് ചെയ്യണം. എന്നും നമ്മൾ ഡെയിലി നമ്മൾ ഒരു സെൽഫ് അനാലിസിസ് ഉണ്ടാവണം. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഈ റിഫൈനിങ് നടക്കത്തില്ല. ഞാൻ എന്റെ വാസനയിൽ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളെപ്പോഴും വികാരത്തിൽ നിന്ന് വിവേകം എങ്ങനെ ഉണ്ടാവും? നമുക്ക് ഉണ്ടാക്കാൻ ഒക്കുന്നൊരു സംഗതിയല്ല. വികാരത്തിനെ മാനേജ് ചെയ്ത് അതിനെ മിനിമൈസ് ചെയ്യുമ്പോഴാണ് വിവേകം താനെ അത് ഡയറക്ഷൻ കിട്ടുക നമുക്ക്. അല്ലാതെ നമുക്ക് ഈ ഇന്റലക്ട് ഉണ്ടാക്കുന്ന പോലെ പഠിച്ച് അനുഭവത്തിൽ കൂടെ വരുന്ന ഒരു സംഗതിയല്ല വിവേകം. വികാരങ്ങൾ ഇല്ലാതാവുമ്പോ ഈ വിവേകത്തിൽ നിന്ന് നമുക്ക് ബുദ്ധിക്ക് ഡയറക്ഷൻ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇതല്ലേ നമ്മൾ ഈ പറഞ്ഞ പോലെ അറിവ് ഈ ഇതിനെ പറ്റിയുള്ള അറിവ് കൂടുന്തോറും ഓട്ടോമാറ്റിക്കലി പുറം വിഷയങ്ങളിലുള്ള നമ്മളുടെ ഒരു മോഹം അല്ലെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി കുറയും. നമ്മൾ കൂടുതലും ഈ ഇങ്ങനത്തെ അല്ലേ ആധ്യാത്മിക കാര്യങ്ങളെ പറ്റിയുള്ള അറിവ് കൂടുന്നതനുസരിച്ച് ബാഹ്യ വിഷയങ്ങളിലുള്ള ആധ്യാത്മികം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഭഗവാന്റെ ശക്തിയെ പറ്റി കൂടുതൽ അറിയുമ്പം പുറം വിഷയങ്ങളിൽ നിന്നുള്ള നമുക്കുള്ള ആഗ്രഹങ്ങൾ ഓട്ടോമാറ്റിക്കലി കുറയും. അതിന്റെ ഒരു ഇതായിരിക്കും നമ്മൾ കുറച്ച് പ്രായമാകുമ്പോഴത്തേ നമ്മളുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി കുറച്ച് വിഡ്രോവൽ ആവും. കണ്ണിന് കാഴ്ച കുറയുന്നു, ചെവിയുടെ കേൾവി കുറയുന്നു, എല്ലാം ഇപ്പൊ നാക്കിന്റെ രുചി കുറയുന്നു. എല്ലാം പ്രകൃതിയുടെ ഒരു സ്വഭാവം തന്നെ അങ്ങനെയാണ്. ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ ഇതെല്ലാം ഉൾവലിയ ഒരു അല്ലാതെ തന്നെ അത് ഇന്ദ്രിയ സംയമനമല്ല, അത് നമ്മുടെ അല്ല ഇന്ദ്രിയ സംയമനമല്ല. ഞാൻ പറഞ്ഞ പ്രകൃതി തന്നെ അത് അത് കുറച്ചുകൊണ്ട് വരുവാ. പ്രകൃതി തന്നെ ഓട്ടോമാറ്റിക്കലി അത് അങ്ങനെ ആക്കുവാണ്. എന്നാലെങ്കിലും ഒന്ന് ഇതാവട്ടെ എന്നുള്ളതാണോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ പറയുക, ആ പ്രായമാകുമ്പോഴേ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ കാഴ്ചയും കഴിവ് ചെറുപ്പത്തെ പോലെ നമുക്ക് അത്രയും ഇതും കുറയില്ലേ ചെയ്തുള്ളൂ. ഓട്ടോമാറ്റിക്കലി നമുക്കത് അല്ലെങ്കിൽ നമ്മൾ വിഷമിക്കും. നമ്മൾ അത് അപ്പോഴേ അതിന് മുമ്പേ തന്നെ മനസ്സിനെ ട്രെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കണ്ണ് കാണാതാകുമ്പോഴോ അല്ലെങ്കിൽ ചെവി കേൾക്കാതാകുമ്പോഴോ ഒക്കെ നമുക്ക് ദേഷ്യവും വിഷമവും ഒക്കെ കൂടി വരും. അതെന്തുകൊണ്ടാ നമുക്ക് ഈ കഴിവുകളൊക്കെ നശിച്ചു പോന്നു. എനിക്ക് ഇതൊക്കെ ഞാൻ നിയന്ത്രിക്കുമല്ല, ഞാൻ മാനേജ് ചെയ്തതല്ല, എന്നെ പ്രകൃതി എന്നിൽ നിന്ന് എടുക്കുമ്പോ എനിക്കത് അതുകൊണ്ടാണ് പ്രായം ചെന്ന് വരുമ്പോഴത്തേക്ക് പിടിവാശികളും ദുഃഖവും ദുരിതവും കൂടുന്നത്. ഇത് ഞാൻ തന്നെ അറിഞ്ഞ് ഈ സത്യങ്ങളെ അറിഞ്ഞ് ഈ സത്യങ്ങളെ അറിയുമ്പോഴത്തേക്ക് എന്നിൽ തന്നെ ഒരു വിരക്തി ഉണ്ട്. ഇതിനോടൊക്കെ എനിക്കൊരു വിരക്തി താനെ ഫോം ആവും. ഇത് ഇതിനു മുമ്പ് തന്നെ നമ്മൾ വിരക്തി വരണം. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് വിരക്തി വന്നാൽ അപ്പോൾ നമുക്ക് വിഷമിക്കേണ്ടി വരത്തില്ല. ആ വിരക്തി വരുന്നത് നമ്മൾ ഈ പാരമാർത്ഥ സത്യങ്ങളെ മനസ്സിലാക്കിയ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. അതിനെ നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളെ ഈ പഠിക്കുന്ന സമയം അല്ലാതെ തന്നെ എപ്പോഴും നമ്മൾ ഈ എന്തെല്ലാം ആത്മീയ ഇതിനെയെല്ലാം നമ്മൾ മനനം ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലാതെ നമ്മൾ ഇത് ഈ കേൾക്കുന്ന സമയത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോ പിന്നെ ഞാൻ എന്റെ വാസന അനുസരിച്ച് കർമ്മം ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെക്കുറിച്ച് ഓർമ്മയേ ഇല്ല. നമ്മൾ ഈ ഏത് സമയത്തും നമ്മുടെ ഈ പാരമാർത്ഥ സത്യമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു മനനം ഉണ്ടായിരിക്കണം. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങള് അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങള്. പ്രീതുവിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല സാർ, ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഗീത ചേച്ചിക്കോ? പ്രത്യേകിച്ചൊന്നും വെച്ചാൽ ഞാൻ കേട്ടോണ്ടിരിക്കുവാ. ഇതെല്ലാം അമ്മോഹൻ എന്തെങ്കിലും പറയാനോ? അമ്മോഹൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല സാറേ.
ശരി, നമുക്ക് നാളെ ജോയിൻ ചെയ്യാം. നാളെ 4 മണിക്ക്.